ഹിഷാം വിളിച്ചു, ഫവാസ് വാ ഞങ്ങൾക്ക് കൂടെ പോവാം. പക്ഷെ ഫവാസ് പോയില്ല. ഫവാസ് ഡോണ്ട് കെയർ ചെയ്തു. അദ്ദേഹം വിലങ്ങി. എന്നിട്ടിങ്ങനെ നിറഞ്ഞ കണ്ണുമായി ഹിഷാം പോയ സമയത്താണ് ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംഘാടകർ വന്ന് പറയുന്നുണ്ട്, ഉസ്താദ് നിങ്ങളെ കൂടെ സംസാരിച്ച ആ 2 യുവാക്കൾ, ഒരാൾ മരണപ്പെട്ടു പോയി, ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അപകടം സംഭവിച്ച് കിടക്കുന്നുണ്ട്. ഉസ്താദ് അവിടെ നിന്ന് പാഞ്ഞോടുകയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തി. രാത്രി 1 മണിയായി, 2 മണിയായി, 3 മണിയായി. 3:30 മണിക്കാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഗ്ലൗസ് ഊരിയ കൈയുമായിട്ട് ഡോക്ടർ വന്ന് ഉസ്താദിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ആം സോറി, നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഫവാസിന് ഉസ്താദ് വിളിക്കുന്നുണ്ട്, വാ ഞങ്ങൾക്കൊന്ന് നോക്കി വരാം. ഫവാസ് വിലങ്ങുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഹിഷാമിൻ്റെ ചെവിയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയോ? ഉസ്താദ് മരണപ്പെടുന്നുണ്ടെങ്കിൽ ഫവാസിൻ്റെ മടിത്തട്ടിൽ എനിക്ക് മരണപ്പെടണം ഉസ്താദ്. ഇന്ന് ഞാൻ മരണപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ മരണം ഫവാസിൻ്റെ മടിത്തട്ടിലാണ് ഉസ്താദ് എന്ന് പറയുമ്പോൾ ഫവാസ് ആകെ കരഞ്ഞു വഷളായി പോയി. ഫവാസ് ഓപ്പറേഷൻ മുറിയിലേക്ക് പോയി. ഒരനക്കവുമില്ലാത്ത ഹിഷാം ഫവാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മടിത്തട്ടിലേക്ക് വെക്കുന്ന സമയത്ത് കണ്ണുകളിൽ നിന്നിങ്ങനെ ചോര ഒഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹിഷാം പറയുന്നത് ഫവാസിനോട്, ഫവാസ് ഞാൻ മരണപ്പെടുവോടാ, എന്നെ രക്ഷിക്കാൻ പറ്റില്ലേ, പ്ലീസ് ഡോക്ടറോടൊന്ന് പറഞ്ഞു നോക്കൂ. എനിക്ക് വല്ലാത്ത പേടിയൊന്നുണ്ട്, മരണപ്പെടുന്നൊരു പേടിയില്ല. ഞാൻ വിട്ടുപോയ നിനക്ക് ആരാടാ ഉള്ളേ, നിന്നെ ആര് നോക്കുമെന്നാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഹിഷാം പിന്നെ സംസാരിക്കുന്നില്ല. ഹിഷാമേ, ഫവാസ് വിളിക്കുന്നുണ്ട്, ഹിഷാം മറുപടി കൊടുക്കുന്നില്ല. ഹിഷാം മറുപടി കൊടുക്കുന്നില്ല. ഹിഷാം അവസാനം ശ്വാസം എടുക്കുന്ന സമയത്ത് ഫവാസ് ഹിഷാമിനെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് കരയുന്നൊരു അലർച്ചയുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലൂടെയും എക്കോ അടിക്കുന്ന രീതിയിലൊരു കരച്ചിൽ കരയുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത്. ഞങ്ങളെ അവർ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കും, പക്ഷെ ഞങ്ങൾക്ക് അവരെ വില മനസ്സിലാവില്ല. അവർ പോയപ്പോഴാണ് ഞങ്ങൾക്ക് വില മനസ്സിലാവുക. അതുകൊണ്ട് നിങ്ങൾ ഈ തെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവനെ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തോട് കൂട്ടുകാരൻ സൗഹൃദം നിങ്ങൾ വളർത്താൻ നോക്കണം. കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകിൽ പോയി കാര്യമില്ല. കിട്ടാത്ത സ്നേഹം നോക്കാതെ കിട്ടുന്ന സ്നേഹത്തിൻ്റെ പുറകിൽ പോയിട്ട് അവരോട് നല്ല സൗഹൃദം വളർത്തുക എന്നുള്ളതാണ്.